എന്താ എനിക്കറിയില്ല, എനിക്കെപ്പോഴും ഭയങ്കര പേഴ്സണലാണിത്. നമ്മൾ ഏറ്റവും അടുത്ത് നിന്ന് കണ്ട് സക്സസ്ഫുൾ ആയ ലവ് സ്റ്റോറി എന്നൊക്കെ പറയുന്നത് ഇപ്പം അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. ബാക്കി എത്ര സ്ട്രഗിൾ ചെയ്താണ് അവരത് നേടിയെടുത്ത്, അവർ എന്താണോ ഡ്രീം ചെയ്തത് അത് ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്തല്ലേ. നമുക്ക് 100% ഉറപ്പുള്ള ഒരു കിടിലൻ കപ്പിളായിരിക്കും. സൂപ്പറായിരിക്കും ഒരു ലൈഫ്. കളത്തിൽ വീട്ടിൽ ശശിയാർ മകൻ ബെച്ചു എസ് എന്ന ഞാൻ. ഇടത്തിനേത്ത് വീട്ടിൽ തോമസ് സി.സിയുടെ മകൾ ഷീന മേരി തോമസ് എന്ന ഞാൻ. ഈ നിൽക്കുന്ന ഇടത്തിനേത്ത് വീട്ടിൽ തോമസ് സി.സിയുടെ മകൾ ഷീന മേരി തോമസ് എന്ന ആളെ. ഈ നിൽക്കുന്ന കളത്തിൽ വീട്ടിൽ ശശിയാറിന്റെ മകൻ ബെച്ചു എസ് എന്ന ആളെ നിയമാനുസൃത ഭാര്യയായി സ്വീകരിക്കുന്നു. അവർ അവരുടേതായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ്സും ഒക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ട് എന്തായാലും സർവൈവ് ചെയ്യും. ഈവൻ ബെറ്റർ അല്ലേ. ഇങ്ങനൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ആദ്യം പറയുന്നത് സാന്ദ്രയോടാണേ, KSRTC ബസ് വെച്ചിട്ട്. പിന്നെ നമ്മൾ കോളേജിൽ നിന്ന് എല്ലാവരും കൂടെ എവിടെ ഔട്ടിങ്ങിന് പോയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട്, പറയണമായിട്ട് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. ഈ ഫ്രണ്ടെല്ലാം കണ്ടിരിക്കുമായിരുന്നു. സാന്ദ്ര ഞാനും വരാൻ അടുത്തടുത്തിരുന്നു. പിന്നെ അഫ്കോഴ്സ് സുദീപും കണ്ടു. സുദീപ് സാറും കണ്ടു. കോവിഡ് കഴിഞ്ഞ് പിന്നെ ഫുൾ സപ്പോർട്ട് സിസ്റ്റം അവന്മാരുണ്ട് വരുമായിരുന്നു. ചെറിഷ്ഡ് മൊമെന്റ്, അത് ചെറിഷ്ഡ് ആണോ പേടി കൂട്ടിയ മൊമെന്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. മീറ്റിംഗ് ഹിസ് പേരൻസ് ഫോർ ദ ഫസ്റ്റ് ടൈം, അത് സാന്ദ്രയുടെ കല്യാണത്തിന് എല്ലാ അച്ഛനും അമ്മയും കൂടെ എന്നെ കാണാൻ വന്നതാണ്. ചെറിഷ്ഡ് അല്ല, പക്ഷെ എന്താ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വരുമോ എന്ന കുറേ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഗ്രേവായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിച്ച മീറ്റിംഗ് അതാണ്. അതൊരു ചെറിഷ്ഡ് മൊമെന്റ് ആയിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഇറ്റ് വാസ് വെരി അൺഫോർഗറ്റബിൾ. ഹാപ്പി മാരീഡ് ലൈഫ്. ഞാനൊരു നിന്റെ ഫോണിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് കണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഉണ്ട് കേട്ടോ, വായിച്ചു നോക്കണം. ഇന്നത്തെ ഡേ ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഞങ്ങൾ ഏറ്റവും 9 വർഷമായിട്ട് എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞ നിമിഷം മുതൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ്. ഷീന ചേച്ചീനെ ഈ 9 years ഓഫ് റിലേഷൻഷിപ്പിന് ശേഷം അറിഞ്ഞപ്പം ഞാൻ ഇങ്ങനെ ഫോട്ടോസിലൊന്നും കണ്ടിട്ടില്ല. ഓൾ ഓഫ് എ സഡൻ ആണ് ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യമൊക്കെ അറിയുന്നത്. അതിൽ നിന്ന് ഭയങ്കര സർപ്രൈസ്ഫുൾ ആയിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് കാണാൻ കുറേ വെയിറ്റ് ചെയ്തിരുന്നതാണ്. കണ്ടെടുത്തോളം അറിഞ്ഞിടത്തോളം ചേച്ചി ഭയങ്കര സ്വീറ്റ് ആണ്. ഹാപ്പി മാരീഡ് ലൈഫ് ഗൈസ്. വെൽ ഡൺ. How would you describe Sheena as a person, as a partner? ഷീന ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ജോലി സമയത്തൊക്കെ ജോലിക്കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രെസ്സൊക്കെ ഉള്ള സമയത്ത് എന്താ വിളിക്കാത്ത, ഇന്ന് വിളിച്ചില്ല, ഇന്ന് മെസ്സേജ് അയച്ചില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കലിപ്പൻ്റെ കാന്താരി മൂടി സാധനമൊന്നുമില്ല. മെസ്സേജ് അയച്ചില്ലെങ്കിലും ഇപ്പോൾ 1-2 ദിവസമൊക്കെ മെസ്സേജ് അയക്കാനിടും. മനഃപൂർവ്വമല്ല, ജോലി തിരക്കൊക്കെ കൊണ്ട് മെസ്സേജ് അയക്കായിരുന്നാലോ വേറെ തിരക്കുകളൊക്കെ ആണെങ്കിലോ പേരിനൊന്ന് പരിഭവം കാണിക്കുമോ എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഐ മീൻ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്ന് പറയുന്ന പോലെയാണ്. അത് മിസ്യൂസ് ചെയ്യാറൊന്നും ഇല്ല, എന്നാൽ നമുക്കൊരു ടെൻഷൻ തരാത്ത ലൈഫ് പാർട്ട്ണറാണ്. ആൾ സിമ്പിളാണ്, പാവമാണ്. സമയമുണ്ട്.
കോംപ്ലിക്കേറ്റഡ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഒരുപാട് സ്ട്രഗ്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് തന്നെ ഒരു ഉറപ്പില്ലായിരുന്നു എങ്ങോട്ട് പോകുന്നു, എവിടോട്ട് വഴി തിരിഞ്ഞു പോകുമെന്നൊന്നും അറിയത്തില്ലാത്ത ഭയങ്കര ജെന്യൂൻ ആയിരുന്നു. ഇതിലേക്ക് സമ്മതിപ്പിച്ചിട്ട് ഇവിടെ വരെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് അതിനകത്തൊരു പോയിന്റ്.